മോളെ അപ്പൊ പുറപ്പെടാം അല്ലേ പറയട്ടാ? എങ്ങോട്ട്? അമ്പലത്തിൽ പോണ്ടേ? അതെ, പോകുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കാ? അല്ല, ഞാനും എന്റെ മോളും കൂടെ. അത് തന്നെയാ ഞാനും പറയണേ. ഏത്? ഈ മോള് കൂടെ വരില്ല വരില്ല എന്ന് എത്ര ശുംഭന്മാരാ പറഞ്ഞു നടന്നേ. അവരുടെ മുമ്പിൽ കൂടെ നമ്മള് കുടുംബക്കാര് മോളെയും കൂട്ടി വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക. നാലാള് കാണട്ടെ. ശരിയാ, പക്ഷേ ഭാസിപ്പിള്ള ഞങ്ങളുടെ കൂടെ വരണ്ട. അത് അല്ല, അതെന്താണാവോ? എടോ, അമ്പലത്തിലേക്കായാലും എവിടേക്കായാലും വീട് അടക്കം പോകുന്നത് ശരിയാണോ? സ്വന്തക്കാരെന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണ്ടേ? അയ്യോ, ഞാൻ എന്തൊരു വിഡ്ഢിയ. അതേലോ. അപ്പൊ ഒരു കാര്യം ചെയ്യും, അമ്പലത്തിലൊക്കെ പോയി വിശേഷ പൂജയൊക്കെ കഴിച്ച് സാവകാശം ഇങ്ങോട്ട് വന്നാ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളെ ദേവതി, എന്താ കുട്ടി ഒരുങ്ങി കഴിഞ്ഞില്ലേ? സോറി. മോള് വാ. വരൂ. മോളെ അമ്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ കേട്ടോ. വാ മോളെ. പ്രസാദം പായസായിട്ടാണെങ്കിൽ വേണ്ട പൊക്കോളൂ. മോള് വന്നേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ മേനെ, മേനോന്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ലെന്ന്. ഇന്ന് ഒരു വിശേഷാൽ പൂജ തന്നെ ആയിക്കോട്ടെ. ഓ, കുട്ടിയുടെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ അച്ഛൻ ഇവിടെ നിന്ന് എത്ര കണ്ണീർ തൂവിട്ടുണ്ടെന്നോ. കണ്ണടച്ച് മനസ്സിൽ നന്നായി ധ്യാനിച്ചോളൂ, ഇനി ഒരിക്കലും പിരിയാൻ ഇടവരല്ലേ എന്ന്. ഭഗവാനെ, ശക്തി സ്വരൂപ. നന്മ നിറഞ്ഞ മാതാവേ, നിനക്ക് സ്വസ്തി. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ. ഈ പ്രസാദം മോള് വെച്ചോളൂ. ഇന്ദുവിനും അയ്യപ്പമ്പിളയ്ക്കും കൊടുക്കാം. ഹോസ്റ്റലിലാവുമ്പോ എങ്ങനെ പതിവായിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ പറ്റാറുണ്ടോ? എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ. ഒരു വഴിപാടുണ്ട്. എന്താ പേര്? പേര് രേവതി. നാളും അത് തന്നെ. മഠത്തിലെ അമ്മമാരുടെ കീഴിലുള്ള ശിക്ഷണമാണല്ലേ, ഒരു തെറ്റുമില്ല. എല്ലാ ആരാധനാലയങ്ങളും ഈശ്വരന്റെ ശ്രീകോവിലുകളാണ്. ഭഗവാനെ, വരൂ. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഈ ഇലക്ഷൻ നീട്ടി വെക്കും തോറും. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. കുറച്ചു ദിവസമായി ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. ഇന്നേ അതിന് സമയം കിട്ടിയുള്ളൂ. ഈ ഡോക്ടർമാരെ കാണാൻ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ആവശ്യം തോന്നിയ ഉടനെ വരണം. തടി അല്പം കൂടുതലാണ്. അങ്ങനെ തോന്നില്ലല്ലോ. അല്ല, കൂടുതലാണ്. കുറയ്ക്കാം. വയസ്സ് എത്രയായി? വയസ്സോ? എത്രയായാലും 27 പറഞ്ഞാൽ മതി. ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ മാധവൻകുട്ടി, MD, ഇരുനിറം, വയസ്സ് 27, തടി അല്പം കൂടുതലാണ്. അല്ല, നിങ്ങളാരാ? ഇവിടെ എന്താ ഇടപാട്? ഞാൻ കല്യാൺ കുമാർ, കമ്പ്യൂട്ടറൈസ്ഡ് യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോ. അത് ശരി, ബ്രോക്കറാണ് അല്ലേ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, അതിലൊരു ചീപ്നെസ് ഉണ്ട്. മാരേജ് അസംബ്ലർ എന്നാക്കണം. ഐ എം എൻ എഡ്യൂക്കേറ്റഡ് യങ് മാൻ, SSLC. ഞാൻ സ്വയം കണ്ടെത്തിയ തൊഴിലാണ്.
സ്വാതന്ത്ര്യം തോക്കിൻ കുഴലിലൂടെയാണെന്ന് ആരോ പറഞ്ഞിട്ടുള്ളത് പോലെ കല്യാണം കമ്പ്യൂട്ടറിലൂടെ മാത്രം എന്ന് ഞാൻ പറഞ്ഞു. വിവാഹിതരാകാൻ പോകുന്നവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നു. അനുയോജ്യരായ ദമ്പതികളെ കമ്പ്യൂട്ടർ തെരഞ്ഞെടുക്കും. വളരെ നല്ല കാര്യം. ഡോക്ടർക്ക് പറ്റിയ ഒരു കേസ് എന്റെ തടഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ചാൽ. അനിതകുമാരി കുവൈറ്റിൽ നഴ്സാണ്. ഡോക്ടറാണെന്നാണ് പുറത്ത് പറയാറ്. ഒരു 10-17 കൊല്ലത്തെ സർവീസ് കാണും. അപ്പൊ ഒരു 10-35 വയസ്സാണോ അല്ലേ? കുറച്ച് കൂടുതലാണ്. കുറയ്ക്കാൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തിന്. ഉടനെ കല്യാണം നടത്തിയാൽ ഡോക്ടർക്ക് ഗൾഫിൽ ഒരു ജോലി ഷുവർ. എല്ലാം കുറപ്പിക്കാം. വേണ്ട, ഞാൻ എൻഗേജ്ഡ് ആണ്. റിയലി എൻഗേജ്? ഏതാണ്ട്. ഡോക്ടർ, ഒരു ചെറിയ പ്രോബ്ലം. പറയും. ഒരു 10 മണീസ് as a token of gratitude and as a loan to buy a computer. You know my hardships and troubles. മോളെ എന്താ നോക്കി നിൽക്കുന്നതെന്ന് അയ്യപ്പൻ പിള്ള പറയട്ടെ. പഴയ പവിഴ മല്ലിച്ചെടി അല്ലേ? അതെല്ലാം വെട്ടിക്കളഞ്ഞില്ലേ മോളെ? മോളിങ്ങ് വന്നേ. ഈ സ്ഥലം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഇവിടെയാണ് മോള് പണ്ട് അച്ഛന്റെ ജുബയുടെ സ്വർണ്ണ ബട്ടം കൊണ്ടെന്ന് കുഴിച്ചിട്ടത്. എന്നിട്ട് അച്ഛൻ അരിശം കയറി പച്ചീർക്കിലിയുമായിട്ട് മോളെ അടിക്കാൻ ഓടിച്ചപ്പോ മോളും അയ്യപ്പൻ പിള്ളയും കൂടി മച്ചിന്റെ മോളിൽ കയറി ഒളിച്ച് ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മയുണ്ട്. ആ ഓർമ്മ കാണും. കാരണം അയ്യപ്പൻ പിള്ളയ്ക്ക് നല്ല ഓർമ്മയാണ്. ഗുഡ് ഈവനിങ്. നിങ്ങൾ ആരാ? നല്ല ഫീച്ചേഴ്സ്, നല്ല ഹൈറ്റ്, നല്ല ഷേപ്പ്. നിങ്ങൾ ആരാണെന്ന്? എത്ര വയസ്സായി? 63. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കല്യാൺ കുമാർ, മാരേജ് അസംബ്ലർ. കുട്ടിക്ക് രാജകുമാരനെ പോലൊരു പയ്യനെ ഞാൻ ആധുനിക ശാസ്ത്ര സങ്കേതത്തിലൂടെ കൊണ്ടുവരും. ഓ, അപ്പൊ താൻ ബ്രോക്കർ ആണല്ലേ? കുട്ടി അച്ഛനോട് പറയൂ കല്യാണം കഴിപ്പിക്കുന്ന കുമാർ വന്നിരിക്കുന്നത്. പ്ലീസ്. എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ എന്ന് വിളിക്കണം. കാരണം പഴയ ബ്രോക്കർമാരുടെ രീതി അല്ല എന്റേത്. കംപ്ലീറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം. ഇലക്ട്രോണിക് സിസ്റ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? ഈ വിഷയത്തെ കുറിച്ച് വളരെയധികം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ തൊഴിൽ തിരഞ്ഞെടുത്തത്. കമ്പ്യൂട്ടറിലൂടെ നടക്കുന്ന ഒരു വിവാഹ ബന്ധങ്ങളും ഒരു കാരണവശാലും തകരാറില്ല. കാരണം മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് കമ്പ്യൂട്ടർ നടത്തുന്നത്. സ്ത്രീക്കോ പുരുഷനോ ഷൈസോഫ്രീനിയ, സോംനാംബുലിസം, അക്യൂട്ട് മെലങ്കോളിയ, ഹൈഡ്രോഫോബിയ എന്നീ മനോരോഗങ്ങൾ ഉണ്ടെങ്കിൽ അതേ മനോരോഗങ്ങളുള്ള സ്ത്രീയുമായോ പുരുഷനുമായോ മംഗല്യ ചരടിൽ കോർത്തുവിടാം. ദാമ്പത്യം ശുഭമായി. വധുവിന് അനുയോജ്യനായ വരനെയെ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കൂ. വിദേശത്തൊക്കെ ഈ രീതി ഫോളോ ചെയ്ത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആണല്ലോ ഈ വിവാഹ മോചനങ്ങൾ കൂടുതൽ നടക്കുന്നത്. അതെന്താ? അതൊരു പക്ഷേ യന്ത്ര തകരാറുണ്ടായിരിക്കും. ആഫ്റ്റർ ഓൾ മെഷീൻസ്. കുറച്ച് കഴിയട്ടെ. അവൾ വന്നതല്ലേ ഉള്ളൂ. സാവകാശമായിട്ട് നമുക്ക് ആലോചിക്കാം. മതി. അതിനിടയ്ക്ക് അലവലാതി ബ്രോക്കർമാരെ ഇടപെടുത്തി സാറിന്റെ സ്റ്റാറ്റസ് കളയരുത്. ഞാൻ ഇടയ്ക്ക് മുറയ്ക്ക് വന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണല്ലോ. ദമ്പതികൾക്ക് ശോഭനമായ ദാമ്പത്യ ജീവിതം സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. അത് മതി സാർ, ഇത് മതി. ഇത് രൂപയ്ക്ക് 80 പൈസയെ കിട്ടൂ. മോള് വന്നിങ്ങ് കയറിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും വിവാഹ ബ്രോക്കറായി, വിവാഹമായി. ഇതെന്ത് കഥ? ഒരു പെൺകുട്ടിയുടെ അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ ഇതൊക്കെ. வாங்க மச்சான் வாங்க வந்த வழிய பார்த்து போங்க. வாங்க மச்சான் வாங்க வந்த வழிய பார்த்து போங்க. ഹായ്, നല്ല ഫീച്ചേഴ്സ്, നല്ല ഹൈറ്റ്, നല്ല ഷേപ്പ്. കുട്ടി എന്തേ ഇതുവരെ എന്റെ കമ്പ്യൂട്ടറിൽ പെടാഞ്ഞേ? എന്താ പേര് പറയൂ. ദേവൂട്ടി. എത്ര വയസ്സായി? കാലമത്രയൊന്നും ആയിട്ടില്ല. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എങ്കിലും 26 ആയില്ല. 24 മതി. വയസ്സ് കുറച്ച് പറയുന്നതാണ് കമ്പ്യൂട്ടറിന് നല്ലത്. നിങ്ങൾക്ക് പറ്റിയൊരു കേസ് എന്റെ കൈവശമുണ്ട്.
27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. നിങ്ങൾ ബ്രോക്കറാ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ. 420 എന്റെ നമ്പറാണല്ലോ. നിങ്ങൾക്ക് അനുയോജ്യനായ പുരുഷൻ ഞാനാണ്. ഒരു ബ്രോക്കറെ കല്യാണം കഴിക്കേണ്ട ഗതികേട് ഈ ദേവോട്ടിക്ക് വന്നിട്ടില്ല. ബ്രോക്കർ അല്ല, മാരേജ് അസംബ്ലർ. എന്റെ ദൈവമേ, ഞാനിത് ആരോട് പറയും? ഉപലാമാര അവമാനം ഉണ്ടാക്കി.